ഇന്നിപ്പോൾ ബിസിനസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണല്ലോ. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്ത് റോ മെറ്റീരിയൽസും ആണെങ്കിലും ഓപ്പൺ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഏത് ക്വാളിറ്റിയിൽ ഏത് റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പണ്ട് അച്ഛൻ ബിസിനസ് ചെയ്ത സമയത്ത് അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ മൈദയൊക്കെ കോട്ട സിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യം പോലെ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ കളക്ടറെ കണ്ടിട്ടില്ല, അവർ ഓഫീസിൽ കണ്ട് അവിടുന്ന് ടോക്കൺ മേടിച്ചിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പം മൂപ്പര് ക്യൂവിൽ നിൽക്കുമ്പോൾ അന്നത്തെ വലിയ ബേക്കറിക്കാരൊക്കെ അവരെ ടിക്കറ്റ് ആയിട്ട് പോകുമ്പോൾ അച്ഛൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എന്നാണ് നമ്മളൊരു ദിവസം അതായത് വളരെ എളുപ്പത്തിൽ സാധനങ്ങളൊക്കെ എന്നാ മേടിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അവരുടെ സ്ട്രഗിൾസ് അതൊക്കെ ആയിരിക്കും. ഷോപ്പ് തുറന്നു വെച്ച സമയത്ത് പത്മയുടെ അടുത്തുള്ള ആദ്യത്തെ ഷോപ്പിൽ കച്ചവടം ചെയ്തിരിക്കുന്ന സമയത്ത് അന്നത്തെ ഫേമസ് ആയിട്ടുള്ള കടകളുടെ സാധനം ക്യാരി ബാഗോ അല്ലെങ്കിൽ അതുമായിട്ട് പോകുന്ന കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, എന്നാണ് നമ്മളിങ്ങനെ വലുതാവുക എങ്ങനെയെന്നല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദൃഢനിഷ്ഠയും ദൃഢനിശ്ചയവും ഒക്കെ ഉള്ള ഇതിൻ്റെ ആയിരിക്കണം ഇനീഷ്യൽ ഗ്രോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇന്നത്തെ മാതിരിയല്ല, അന്ന് വാഹന സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാണ്ട് സൈക്കിളിൽ തന്നെ പോകണം. എനിക്കൊന്ന് കളമശ്ശേരി ആലുവ ഭാഗം വരെയൊക്കെ സൈക്കിളിൽ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഒരു 10 ബ്രെഡിന്റെ ഓർഡർ കിട്ടിയാലും ഇന്നിപ്പോൾ 10 ബ്രെഡിന്റെ ഓർഡർ കിട്ടി സൈക്കിളിൽ കൂട്ടി കളമശ്ശേരിയിൽ ആലുവയിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് ആരാ ചെയ്യുക? ഇവരുടെയൊക്കെ ഒരു പ്രയത്നമൊക്കെ ആയിരിക്കണം, ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള. പിന്നെ ഞങ്ങൾക്കൊരു പണ്ട് 3 വീൽ സൈക്കിളുള്ളൊരു വണ്ടിയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിങ്ങനെ കോളനി ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ മണിയടിച്ച് ഇങ്ങനെ വരിക ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒരുപാട് മാനുവൽ ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ജോലിയും കഷ്ടപ്പാടുള്ള ഒരു ഇതാണ്. ഇന്ന് അത്രയും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പോൾ ഡെലിവറി ആണെങ്കിൽ ശരി, ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ഡെലിവറി ഒക്കെ 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തുന്നു. അന്ന് അങ്ങനെയല്ലല്ലോ. അന്ന് ചെയ്ത ആ ഒരു വർക്കിന്റെ ഒക്കെ ഒരു ഫലമായിരിക്കും നമ്മൾ ഇന്നെല്ലാവരും ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഇവരൊക്കെ ചെയ്ത ആ ഒരു കഷ്ടപ്പാടും വർക്കിന്റെ ഒക്കെ ആയിരിക്കും നമ്മളൊരു ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടാവുക.